എണീക്ക്, എന്നിട്ട് വേണം നമുക്ക് ഫുഡ് ഉണ്ടാക്കാണ്ട് ഇന്നത്തെ പരിപാടിയൊക്കെ സെറ്റ് ആക്കണ്ടേ. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ ഏകദേശം 8 മണി ആയിട്ടുണ്ട്. എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചേച്ചിമാരെയും വെയിറ്റ് ചെയ്തും കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് റൂമിൽ. ഇനി പോയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഉച്ചക്കത്തുള്ള പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. എന്താ അവിടെ ഉണ്ടാക്കി വെച്ചതെന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചീൻ്റെ വീട്ടിലാണ്. ഇനി ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് മറ്റാൾ ഇതാ നടന്നെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഫുഡ് നമ്മൾ കഴിച്ചിട്ട് ഉച്ചക്കത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കിരൺ സാറിൻ്റെയും ഡോക്ടറുടെയും വീട്ടിൽ സെറ്റാക്കുന്നുണ്ട്. ജാസ്മിൻ ടീ അല്ലേ? ഞാൻ സാമ്പാർ എടുക്കാം. ഇല്ല, ഈ ഷേപ്പൊക്കെ തന്നെ കിട്ടുള്ളൂ ദോശക്ക്. അന്ന് ഞാനും ഷിബിയും കൂടി ഉണ്ടാക്കിയൊരു ദോശ ഉണ്ടായിരുന്നു. ഇതാണ് ദോശ മേക്കർ വിക്രം. ഇതിന്റെ 10 റുപ്യന്റെ കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയാ കാണാൻ. പിന്നെ പഴയ പരിപാടിയൊന്നും നടക്കണില്ലല്ലേ? ആ കിട്ടിയാലോ? സാമ്പാർ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കഴിച്ചോ? ചട്നി പിന്നെ എല്ലാരും കൂടെ ഒരുമിച്ച് കഴിക്കല് നടക്കൂലല്ലോ. ആദ്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചൂടാറി പോകൂലേ അത്? അത് ഇവള് ഗസ്റ്റ് ഒന്നും അല്ല, ഓള് ചേച്ചിന്റെ പെരുന്നോളും. അമല എവിടെ? അമലിനെ വിളിച്ചോ? അല്ല, ഷിബി നിങ്ങളെ കൂടെ ഇരിക്കുന്ന ആര്? ഷിബിയോ? ഈ ഇരിക്കുന്ന ഉച്ചക്ക് എല്ലാരും കൂടെ ഒരുമിച്ച് ഇരിക്കാം. വാ ഇരുന്നോ. ഈ ഫുഡ് കഴിച്ചാ? മെയിൻ സെലിബ്രിറ്റി എത്തിയിട്ടുണ്ട്. ഇഞ്ചി നിങ്ങളൊക്കെ ഇത് ഞാൻ കുടിച്ചതാ. അതെന്താണോ? ഈ ചേച്ചിന്റെ ഒപ്പം വന്നിട്ട് ഉറപ്പിച്ചോ? സ്വിമ്മിങ് അറിയോ? But it's very deep there. വെള്ളം നോക്കി എന്താ അവസ്ഥ? ദോശ മേക്കർ ദോശ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മുരിഞ്ഞ ദോശയും ചട്നി സാമ്പാറും. ഇനി എന്ത് വേണമെന്ന്. അന്നേ മാവ് കൊണ്ടുവന്നീന്ന് നിങ്ങൾ വന്നില്ലേ അന്ന്? പക്ഷെ അത് വെച്ചിട്ട് ഞങ്ങള് ദോശ ഉണ്ടാക്കിയപ്പോ ഇങ്ങനെ കിട്ടിയില്ല. അത് നടക്കണില്ലല്ലോ. എത്ര പേര് കഴിക്കാണ്ട്? അല്ല, നിങ്ങള് കഴിക്കുമ്പോ ആരെണ്ണി ദോശ ഉണ്ടാക്കുക ഒന്ന് പറഞ്ഞു തരുമോ? ഞാനോ? ദോശ മേക്കർ മാറിയിട്ടുണ്ട്. ദോശ കൊളാക്കിയ തലക്കിട്ടു കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ദോശ സൂപ്പർ ചെയ്തില്ലേ? അതേപോലെ ഉണ്ടാക്ക്. അതെന്തിനാ പാന് പൊക്കി പിടിക്കുന്നത്? നല്ലതാ നല്ലതാ. മറിച്ചിട്. പഠിച്ച് 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 ഇതാണ് പ്രൊഫഷണൽ ദോശ മേക്കിംഗ്. ആരും കുറ്റം പറയട്ടെ.
ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ടായിട്ട് ഈ കുറ്റം വന്നത് ഈ ഒന്നും ഉണ്ടായിക്കോന്ന് കാണട്ടെ. ഇവിടെ ഉണ്ടാക്കിയടാ അടിപൊളിയായിട്ട്. ഇതെന്താ ചൈനയിൽ പുതിയ വൈറസ് വ്യാപനം. ഓക്കെ ഇത് ഷിബി ഉണ്ടാക്കിയടാ. അപ്പേ ഞങ്ങള് പോയി ഫുഡ് ഉണ്ടാക്കട്ടെ. അടുവായോ പെട്ടെന്ന് വരണം കേട്ടോ ഷിബി. ബ്രേക്ക്ഫാസ്റ്റിന്റെ ക്ഷീണം എപ്പോഴാ തീരെ ഷിബി? നല്ല റഫാലേ. ആട് ചൂല്. ചോറ് വെക്കാം, ബാക്കി ചിക്കനും ബീഫും ഒക്കെ മറ്റേലും വെക്കാം. അല്ല നല്ലത്. നമുക്ക് കറിക്ക് വേണ്ടേ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഉള്ളി സാധനം കുക്കറിലിട്ട് അടുപ്പിക്കാം. കട്ട് ചെയ്യുന്നത് ബീഫ് ഇതാ ഫ്രീസറിലായിരുന്നു. കുക്കറിലിട്ട് അടുപ്പിക്കണം. ഉള്ളിയും തക്കാളിയും കൂടി ഇട്ടിട്ട് അടുപ്പിക്കാം. വെന്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലേ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയ ടീംസ് ആണ്. നിങ്ങളുടെ ശിവി കടന്നുറങ്ങിട്ടല്ലേ വരുന്നത്? കടന്നുറങ്ങിട്ടല്ലേ വരുന്നേ? ആ കോട്ടുവായ കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല. കുറച്ച് വെള്ളം ആഡ് ചെയ്തു. ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ഞാനിപ്പോ നമ്മളിതിൽ വെള്ളം ചേർക്കണ്ട. വെള്ളം ഇതൊന്ന് ചൂടായാലേ ഇതിൽ തന്നെ വെള്ളം ഇറങ്ങും. അത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചൂടായിട്ട് സാധനം കിടന്നിട്ട്. ഇപ്പൊ ഫുഡൊക്കെ ആയിട്ടുണ്ട്. ബീഫും പിന്നെ ചോറുണ്ടാക്കിയിട്ട് റൈസ് കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ളത് 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ ഒരു കറി സെറ്റ് ചെയ്തിട്ടുണ്ട്. കോഴി കോഴിക്കറി വാങ്ങിയിട്ട് ബീഫ് അടിപൊളിയായത്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഒറ്റൊന്നിനും നടക്കാൻ വയ്യോ ഫുഡ് കഴിച്ചിട്ട്. പിന്നെ 5 മണിയാകുമ്പോ അടുക്ക് വരണം കേട്ടോ. കടന്നുറങ്ങാനുള്ള പോക്കാണെങ്കിൽ ഉണ്ടല്ലോ. ഇറങ്ങുവോ? ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് സ്വിമ്മിങ്ങിന് പോകും. അപ്പൊ 5 മണിക്ക് നിങ്ങൾ അവിടെ എത്തണം. ഓക്കെ? തെരയാൻ പോയി എന്ന് പറയണല്ലേ? ഓക്കെ ശരി. അവിടെ വിളിച്ചു കേട്ടോ. പോരാം. വൃന്ദല്ലേ ആ കാട്ടിക്ക് പോയി നിങ്ങളോട് പറയാൻ പറഞ്ഞു. ആ കാട്ടിക്ക് അവളിവിടെ എവിടെ വിളിച്ചു നിക്കുന്നുണ്ട്. ഈ അല്ല എന്നോട് പറഞ്ഞത് ഈ കാട്ടിൽ പോവാണ്. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട് അവരോട് കേട്ടോ. അവരപ്പൊ തന്നെ വിശ്വസിക്കുകയും ചെയ്ത്. എന്നോട് എപ്പോ വരാൻ പറഞ്ഞാണ്? ഉറങ്ങിയില്ലേ? 5 മണിക്ക് വരാൻ പറഞ്ഞതല്ലേ? ഉറങ്ങണ്ടേ? മോളെ മോളെ കണ്ടു നോക്ക്. ഹായ് ഷിബി ആന്റി പറയ്. ജയിച്ചോ? വെള്ളത്തിൽ ചാടുന്നുണ്ടോ?
രണ്ടെണ്ണം. എടി വേവ്സ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. ആ ഞാൻ പോവും. അപ്പൊ പിന്നെ പുട്ടും കുറ്റി പരിപാടി ഇല്ലാത്തോണ്ട് അപ്പൊ അത് വെച്ച് പോവും. പിന്നെ രാവിലത്തെ സാമ്പാറും ദോശമാവും കൊണ്ടുപോലെ പുട്ടുക്കോ അല്ല, കുറച്ച് ആൾക്കാർക്ക് ദോശയും സാമ്പാറും. ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോശയുണ്ട്, പുട്ടും ഉണ്ടായിരുന്നു, ഉച്ചക്കത്തെ കുറച്ച് ചോറും ബാക്കി ഉണ്ടായിരുന്നു. ആർക്ക് എന്തെല്ലാം കൊടുത്തിട്ടുണ്ട്. സാമ്പാറും ബീഫും ചിക്കനും. എന്താ ഈ പ്ലേറ്റിലൊക്കെ കഴിക്കുന്ന ഇതെന്തത്? ശിവന്റെ അടുത്ത ചോറും കഴിക്കുന്നുണ്ട്, പുട്ടോ? ചോറ് മാത്രം. എന്താ ഈ പണികളൊക്കെ കഴിഞ്ഞോ? വാഷിംഗ് ഒക്കെ കഴിഞ്ഞോ? എല്ലാരും ഫോണിൽ തോണ്ടിരിക്കുക. നമ്മളെ കിരൺ ബ്രോ മാത്രാണ് ക്ലീനിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അപൂർവ കാഴ്ചകളൊക്കെ ഞാൻ ക്യാമറയിൽ പകർത്താറുണ്ട്. എത്തിയിട്ട് വിളിക്കില്ല. ബാഗിൽ എന്നെ ഒളിപ്പിച്ചേക്ക്. ടിക്കറ്റ് എടുത്തിട്ടില്ലേ? അപ്പൊ ശരി, കാണാം. അടുത്ത എന്തെങ്കിലും വെക്കേഷൻ ഇങ്ങോട്ട് പോയോ? ആടാ വരാം, ഞാന് ഫ്രീ അനുസരിച്ച് വരാം. നിങ്ങളല്ലേ ഞങ്ങൾ നാട്ടിക്ക് പോണത്? അപ്പൊ റാഫുഷിക്ക് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോയാ. നാട്ടിൽ പോയിട്ടില്ല, തിരിച്ചു വരുമ്പോ. ആ, തിരിച്ചു വരുമ്പോ കേറ്. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. രാവിലെ പോവും, 6:30 പോവും. ഓക്കെ. അപ്പോൾ നമ്മള് 2 ദിവസത്തെ ഒരു ചെറിയ ട്രിപ്പ് കഴിഞ്ഞ് നമ്മുടെ ഐലൻഡിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്.
ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. ഇനി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടിക്ക് പോകണം. 2 ദിവസത്തെ എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു. ദിവസം പോയതേ അറിയില്ല. അവിടെ ചെന്ന് ഈ ടൈം ആവുന്ന വരെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സമയം പോയത് തന്നെ അറിഞ്ഞില്ല. കുറേ പേരുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. വൃന്ദനെ കാണാൻ പറ്റിയില്ല അല്ലേ? വൃന്ദനെ കാണാൻ പറ്റിയില്ല. അവള് രാവിലെ എണീറ്റില്ല, ഉറക്കത്തിൽ പെട്ടു. സാധാരണ യാത്രയാക്കാനൊക്കെ വരുന്നതാ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരേക്കും ബൈ.